മുറിയിലെ പരിശോധനയിൽ കാണാതായ മോർസിലോസ്കോപ്പ് കണ്ടെത്തിയെന്ന മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാദം തള്ളി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. പെട്ടിയിൽ ഉണ്ടായിരുന്നത് റിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന നെഫ്രോസ്കോപ്പ്. പഴക്കം ചെന്ന നെഫ്രോസ്കോപ്പുകൾ കണ്ടം ചെയ്യുന്നതിന് മുന്നോടിയായി എന്തെങ്കിലും തരത്തിൽ റിപ്പയർ ചെയ്ത് തരുമോ എന്നറിയാൻ വേണ്ടി എറണാകുളത്തെ കമ്പനിയിലേക്ക് അയച്ചിരുന്നു. 2 ലക്ഷം രൂപ റിപ്പയറിങ്ങിന് വേണമെന്നതിനാൽ തിരിച്ചയക്കാൻ ആവശ്യപ്പെട്ടു. കണ്ടത് ഇതിന്റെ പാക്കിംഗ് ആവാമെന്നും ഹാരിസ് വിശദീകരിക്കുന്നു. PR പ്രവീണ നമുക്കൊപ്പം ചേരുകയാണ് വിശദാംശങ്ങളുമായി. പ്രവീണ, ഇന്ന് രാവിലെ ന്യൂസ് മലയാളം പുറത്തുവിട്ട, അതായത് ഡോക്ടർ ഹാരിസ് ഡോക്ടർമാരുടെ സംഘടനയായ KGMCTയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അയച്ച കുറിപ്പ് ബ്രേക്ക് ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഡോക്ടർ PK ജബ്ബാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും ഡോക്ടർ സുനിൽകുമാർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും വാർത്താ സമ്മേളനം വിളിച്ച് ഇതെല്ലാം നിഷേധിക്കുകയും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് 6-ാം തീയതി കാണാത്തൊരു പെട്ടി 7-ാം തീയതി കണ്ടെത്തി. ആ പെട്ടിയുടെ പുറത്ത് മോർസിലോസ്കോപ്പിൻ്റെ ബില്ല് 2-ാം തീയതി വാങ്ങിയ മോർസിലോസ്കോപ്പിൻ്റെ ബില്ല് ഒട്ടിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ ആ പെട്ടിയിൽ ഉണ്ടായിരുന്നത് നെഫ്രോസ്കോപ്പ് ആണെന്നും പറഞ്ഞു. അപ്പോൾ ഇതിന് മറുപടി ഈ ഡോക്ടർ ഹാരിസ് ഇപ്പോൾ KGMCTയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ നൽകിയിരിക്കുകയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: റിപ്പയർ ചെയ്ത് കൊണ്ടുവന്നത് നെഫ്രോസ്കോപ്പാണ്. 10-15 വർഷങ്ങൾ പഴക്കമുള്ള 2-3 നെഫ്രോസ്കോപ്പുകൾ കണ്ടം ചെയ്യുന്നതിന് മുന്നോടിയായി ഏതെങ്കിലും തരത്തിൽ റിപ്പയർ ചെയ്ത് തരുമോ എന്നറിയാൻ വേണ്ടി എറണാകുളത്ത് കമ്പനിയിലേക്ക് അയച്ചിരുന്നു. ഏകദേശം 2 മാസമായി കാണും. കമ്പനി പറഞ്ഞത് ഓരോ സ്കോപ്പും റിപ്പയർ ചെയ്യാൻ 2 ലക്ഷം രൂപ മിനിമം ആകുമെന്നാണ്. അത്രയും തുക ഡിപ്പാർട്ട്മെന്റിൽ ഇല്ലാത്തതിനാൽ അത് തിരിച്ചു തരാൻ കമ്പനിയോട് പറഞ്ഞു. അത് അവർ തിരിച്ചയച്ചു. അതിന്റെ പാക്കിംഗ് കവർ ആയിരിക്കും അവിടെ കണ്ടത്. കേടാകുന്ന ഉപകരണങ്ങൾ ഇടയ്ക്കിടെ റിപ്പയർ ചെയ്യാൻ കൊടുത്തുവിടാറുണ്ട്. അതായത് ഡോക്ടർ ജബ്ബാർ, PK ജബ്ബാർ പ്രിൻസിപ്പലും അതുപോലെ തന്നെ സൂപ്രണ്ടും പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ നിഷേധിക്കുകയാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം KGMCTയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഈ മറുപടി നൽകിയിരിക്കുന്നത്. ഓക്കെ, KGMCTയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹം മറുപടി നൽകിയിരിക്കുകയാണ്. PR പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്.